ഒരൊറ്റ വചന കൊണ്ട് തന്നെ കാണികളുടെ മനസ്സിൽ ഇടം നേടിയ ശ്രീ നന്ദനം ബച്ചൻസ് ആണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഒരൊറ്റ വചനം കൊണ്ട് തന്നെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടുക, അതുപോലെ റീൽസ് വൈറലാണ്. ഞങ്ങൾ ആരാണ് ഈ ശ്രീനന്ദനം ഭജൻസ് എന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എൻ്റെ മുൻപിൽ എത്തിയിട്ടുണ്ട് അവർ. പറയൂ, ആരാണ് ശ്രീനന്ദനം ഭജൻസ്? ഞങ്ങൾ കൂടുതൽ അറിയണം നിങ്ങളെ കുറിച്ച്. പറഞ്ഞു കൊടുക്കും. രാജേഷേട്ട് തന്നെ തുടങ്ങിക്കോളൂ. ശ്രീനന്ദനം ഭജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ഇത് വളരെ എനിക്ക് തോന്നുന്നു ഒരു 1 year ബാക്കിൽ നമ്മളിത് പ്ലാൻ ചെയ്താ ശരിക്കും. പക്ഷേ കുറേ ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും സൗകര്യം, എല്ലാവരും ഇങ്ങനെ ഒരു അംബ്രല്ലയുടെ കീഴിൽ കിട്ടാനായിട്ടുള്ള കുറേ ടൈമിൻ്റെ കുറേ പ്രശ്നം, പിന്നെ നമ്മുടെ യൂണിറ്റി ശരിക്കും ഒരു ത്രെഡിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ളൊരു ടൈം തീർച്ചയായിട്ടും അതിന് വേണ്ടി വന്നു. അതാണ് നമുക്ക് ഇത്രയും നമ്മളിത് ലോഞ്ചിങ്ങിന് ഇത്രയും സമയമെടുത്തത്. പിന്നെ ഒരു പെർഫെക്റ്റ് ലോഞ്ചിങ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കൂടി ഉണ്ടായിരുന്നു. നമ്മളാവുന്ന രീതിയിൽ നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് അത് പ്രസൻറ്റ് ചെയ്യണമെന്ന്. അത് ഞങ്ങൾ ഫസ്റ്റ് പ്രോഗ്രാമിൽ നമുക്ക് ആയിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത് അല്ലേ. ഇത്ര വർഷത്തെ ഒരു യാത്രയാണല്ലോ, നിങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹമാണ് ഒരു ടീമായിട്ട് വരണത്. ഇപ്പം ആരാണ് ഇതിന്റെ തുടക്കം കുറിച്ച്, അല്ലെങ്കിൽ ഈ പ്രോസസ്സിങ് എങ്ങനെയാ? കാരണം നിങ്ങൾ എല്ലാവരും ഓരോരോ ജോലി ചെയ്യുന്ന ആളുകളാണ്. ഒരുമിച്ച് വരിക, പ്രാക്ടീസ് ചെയ്യുക, പ്രോഗ്രാം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എനിക്ക് കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടപ്പോൾ രാജേഷേട്ടന്റെ ഒരു വാക്കുകൾ ഭയങ്കരമായിട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചത് ഇങ്ങനെയാണ്. അതായത് ഇനി തിരക്കുകൾ നോക്കിയിട്ട് കാര്യം ഇതിന് സമയം കണ്ടെത്തണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാഷന്റെ പുറകെ എന്തായാലും ജോലിയുടെ കൂടെ തന്നെ അതൊരു വലിയൊരു തോട്ടാണ്. ആ ഒരു തോട്ടിലേക്ക് വരാനുള്ള ഒരു കാരണം എങ്ങനെയാ? ആ തോട്ടിലേക്ക് വരുത്താൻ ഇത് ഇവരൊക്കെ പ്രൊഫഷണലി സിംഗേഴ്സ് ആണ്. ഇപ്പൊ രഞ്ജു ആണെങ്കിലും മഹേഷ് ആണെങ്കിലും ഇവരൊക്കെ കർണാട്ടിക് വളരെ കാലം പഠിച്ച ആളുകളാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ ഞാനും ഏകദേശം ഒരു 20 years ആയിട്ട് ഞാനും മ്യൂസിക് ലേൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് കഴിവ് പ്രകടിപ്പിക്കാന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിൽ നമുക്ക് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരാമെന്ന് പറഞ്ഞത് നമുക്ക് ഈ ഭജനയിൽ കൂടെ പറ്റുള്ളൂ. മറ്റത് ഇപ്പോൾ ഗാനമേളകളും അതുപോലെ തന്നെ കച്ചേരികളാണെങ്കിലും നമുക്കൊരു ഇൻഡിവിജ്വൽ പെർഫോമൻസിനല്ല അതിന് ചാൻസ് ഉണ്ട്. ഇപ്പൊ മാത്രമല്ല, ഇപ്പൊ ഇതിന്റെ ഒരു വലിയ ട്രെൻഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വിചാരിച്ചു നമുക്കിത് നോക്കാം, അതിന്റെ ഒരു അതർ സൈഡ് എന്താണ് മ്യൂസിക്കിന്റെ. അപ്പോൾ ഈ തോട്ട് ലൈക്ക് നമുക്ക് ഒന്നിച്ചങ്ങോട്ട് ഇറങ്ങാം എന്നുള്ളൊരു പ്ലാനിങ് കൂടെയാണ് ഞങ്ങൾ ഇതിലേക്ക് എത്തുന്നത്. ഇപ്പം പിന്നെ ജോലിയുടെ തിരക്ക് ഓബിയസ്ലി ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് നമ്മൾ സമയം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്കിപ്പോ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ആയിട്ട് കണ്ടെത്തുന്നുണ്ട്. ഇപ്പൊ മഹേഷ് ആക്ച്വലി ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ IT-ലാണ് വർക്ക് ചെയ്യണേ. അപ്പൊ പുള്ളി പ്രാക്ടീസിന് വേണ്ടിട്ട് അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വരും. നിങ്ങളെ സ്ഥലം എവിടെ? എല്ലാവരും ഒരേ സ്ഥലക്കാരാണ്. പെരുമ്പാവൂരിൽ നിന്ന് ഒരു 5 to 6 kilometers ഉള്ളിലേക്ക് പോകണം. അതായത് കോടനാട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതിന് വളരെ മുമ്പായിട്ടാണ് ഞങ്ങളുടെ സ്ഥലം. ഇദ്ദേഹം ഇവിടെ ഓഡിറ്ററാണ്. അദ്ദേഹം ഇതിനുള്ള സമയം കണ്ടെത്തുന്നുണ്ട്. അദ്ദേഹം ബാംഗ്ലൂരിൽ സമയം കണ്ടെത്തുന്നു. ഞങ്ങൾ അടുത്തടുത്താണ്. പിന്നെ അദ്ദേഹം ഗീതൻ ഒരു RV പ്രൊഡക്റ്റ് ആണ്. RV കഴിഞ്ഞിട്ട് പുള്ളി മ്യൂസിക്കിൽ നിൽക്കുന്ന ആളാണ്. കണ്ടപ്പോഴേ ഞാനൊരു എനിക്ക് ഓരോരുത്തരും പരിചയപ്പെടണമെന്നുണ്ട്. കാരണം നിങ്ങളുടെ എത്ര ടീമിൽ എത്ര പേരുണ്ട്, ആരൊക്കെയാണ് ഇപ്പൊ എത്തിച്ചേരാൻ പറ്റുന്ന ആളുകളുണ്ട്. അപ്പൊ നമുക്ക് എത്തിയവരെ വെച്ച് ഒന്ന് സംസാരിച്ച് തുടങ്ങാം. ഇപ്പൊ എല്ലാവരും പേരെടുത്ത് അറിയണമെങ്കിൽ പറയാം. അവിടെ തുടങ്ങിക്കോളൂ. ചേട്ടാ പേര് പറയുള്ളൂ. ചെയ്തു. എൻ്റെ പേര് ഗീതാനന്ദ ശിവജി. നോർത്ത് പറവൂർ തന്നെയാണ്. ഞാൻ മ്യൂസിക്കായിട്ട് ഇതുവരെ മ്യൂസിക് തന്നെയാണ് ഫുള്ള് മുഴുവൻ മ്യൂസിക് തന്നെയായിട്ട് പോകും. ഈ കാപ്പിപ്പള്ളിയിലെ കലാകാരൻ എന്നൊക്കെ പറയണോ? എൻ്റെ പേര് രഞ്ജിത്ത്. ഞാൻ എയർപോർട്ടിലാണ് വർക്ക് ചെയ്യണത്, കാർഗോ ഫീൽഡ്. കർണാട്ടിക്കായിട്ടൊരു 20 years ആയിട്ട് ചന്ദ്രമന സാറിൻ്റെ അടുത്ത് പഠിക്കുന്നുണ്ട്. ചന്ദ്രമന നാരായണ സാറിൻ്റെ അടുത്ത്. ഞാൻ മഹേഷ് വിഷ്ണു ഞങ്ങളൊരു 15 years ആയിട്ട് സെയിം സ്ഥലത്ത് തന്നെ സാറിൻ്റെ അടുത്ത് തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ മീറ്റ് ചെയ്താണ് അവിടുന്ന്. എൻ്റെ പേര് മഹേഷ്. സ്ഥലം പെരുമ്പാവൂർ തന്നെയാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂർ ഒരു മാനേജ്മെൻറ്റ് കൺസൾട്ടിങ് ഫാമിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ പാട്ടിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് കാരണം
കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ എപ്പോഴും മാക്സിമം ആ ഒരു പാഷൻ കാരണം എപ്പോഴും ഇങ്ങനെ എത്തിച്ചേരാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ അങ്ങനെ ഇന്ന ടൈപ്പ് ഓഫ് മ്യൂസിക് എന്നില്ല, എല്ലാ ടൈപ്പ് ഓഫ് മ്യൂസിക്കും ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു പാഷൻ കാരണം ഇതിൽ ഈ ഗ്രൂപ്പിൻ്റെ ഒരു ഭാഗമായതാണ്. അങ്ങനെ രാജേഷേട്ടൻ പ്രൊഫഷണൽ ആക്ച്വലി ഞങ്ങളൊരു സർജിക്കൽ പ്രൊഡക്ട്സിൻ്റെ മാനുഫാക്ചറിങ് ഉണ്ട്. അപ്പം അതാണ് ഞങ്ങൾ ബേസിക്കലി ഞങ്ങളൊരു 15-17 ഇയേഴ്സ് ആയിട്ട് ഞങ്ങൾക്ക് ബ്രാൻഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ടാണ് ഇതൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പേര് വിഷ്ണു, സ്ഥലം കോതമംഗലം, പ്രൊഫഷൻ പറഞ്ഞല്ലോ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ തിരക്കുണ്ട്. പക്ഷെ എന്നാലും സമയം കണ്ടെത്തുന്നുണ്ട്, പ്രാക്ടീസിലിരിക്കുന്നുണ്ട്, പ്രോഗ്രാമിന് വരുന്നുണ്ട്. എൻ്റെ പേര് ജയകുമാർ എന്നാണ് ഫുൾ നെയിം. ഞാൻ ഗോദ്രേജിൽ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അതൊരു 10-15 വയസ്സ് മുതൽ തന്നെ തബല ചെറുതായിട്ട് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, ഇങ്ങനെ സ്വയം പഠിച്ചതാണ്. എനിക്കൊരു ഗുരു ഉണ്ട്, ഇപ്പോൾ ഈ അടുത്ത ദിവസം മരിച്ചു, ഞാറക്കൽ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടൊരു ഗുരു. അദ്ദേഹം ഇപ്പോൾ ഈ അടുത്ത ദിവസം മരിച്ചു. അത് 2 മാസം മാത്രമേ ഞാൻ പുള്ളിയുടെ അടുത്ത് ആകെ പോയിട്ടുള്ളൂ തബല പഠിക്കാൻ. പിന്നെ സ്വയം നമ്മൾ കണ്ടും കേട്ടൊക്കെയാണ് ഞാൻ പഠിച്ചത്. ഏതായാലും ഭാഗ്യത്തിന് ഈ ടീമിലൂടെ കൂടാൻ പറ്റി, ഭയങ്കര സന്തോഷം. കുറെ വർഷങ്ങളായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട്, സന്തോഷം. പ്രൊഫഷണൽ ഇത് തന്നെ വർക്ക് ചെയ്യുന്നത് ഭവൻ സാധന വിശ്വവിദ്യാലയ സ്കൂളിൽ വയലിൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യും. നിങ്ങളുടെ ടീമിൽ എത്ര പേരുണ്ട് ടോട്ടല്? ആക്ച്വലി ഞങ്ങളുടെ ടീമിൽ സിംഗേഴ്സായിട്ട് 8 പേരുണ്ട്. പിന്നെ ഓർക്കസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് വയലിൻ, ഫ്ലൂട്ട് ഉണ്ട്. ഇദ്ദേഹം ഒന്നും എത്തിച്ചേർന്നിട്ടില്ല. വയലിനുണ്ട്, ഫ്ലൂട്ട് ഉണ്ട്, റിതം ഉണ്ട്, മൃദംഗം ഉണ്ട്, 2 തബലയുണ്ട്. ഇതാണ് ഞങ്ങളുടെ 7 യൂണിറ്റ്സ് ആണ് ഞങ്ങൾക്ക് ഓർക്കസ്ട്രയിലുള്ളത്. എന്നാലും ആരും വളരെ കുറച്ച് പേര് ഞങ്ങളിന്ന് ഇത്രയും ചെറിയൊരു സ്മോൾ പാക്ക് വന്നേക്കാം. ഒരു വലിയൊരു ടീം പുറകിട്ടത്. ഇപ്പൊ പൊതുവെ നമുക്കിപ്പോ പാട്ടിനോട് ആഗ്രഹമുള്ളവരുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ ഭജനയാണെങ്കിൽ ഇപ്പൊ ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പാട്ടിനോട് ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ ഒരു ടീം ബിൽഡ് ചെയ്യാന്ന് പറയുന്നതാണ് ബുദ്ധിമുട്ട്. ആ ടീം ബിൽഡ് ആയി കഴിഞ്ഞാൽ അത് ഹാപ്പി ആയിട്ട് ഒരുപാട് പ്രോഗ്രാംസ് പോകണം, ഈഗോ വർക്ക്ഔട്ട് ആവാൻ പാടില്ല. മെയിൻ അങ്ങനെയാണല്ലോ, നമുക്ക് മൈൻഡ് പറ്റിയിട്ടുള്ള ആളുകൾ കൂട്ടത്തിൽ വരിക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ ഇപ്പം ഒരുപാട് പേർക്ക് വരണമെന്നുണ്ടാവും. പക്ഷെ ഓൾറെഡി നിങ്ങളൊരു ടീം ആയിട്ടുണ്ട്. ഈ എങ്ങനെ ഇതിന്റെ പ്രോസസ്സിങ് എങ്ങനെയാണ് ഓരോരുത്തരെ സെലക്ട് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്? ഫ്രണ്ട് സർക്കിളിൽ ആൾക്കാരെ ആഡ് ചെയ്യും, അല്ലാതെ ഇത് ഓൾമോസ്റ്റ് എല്ലാം ഫ്രണ്ട് സർക്കിൾ തന്നെയാണ്. സെലക്ട് ചെയ്യുന്ന ആവശ്യമൊന്നും വന്നിട്ടില്ല. എല്ലാം ഫ്രണ്ട് സർക്കിളിൽ നിന്ന് തന്നെയാണ് എല്ലാവരും കണക്ട് ആയിക്കണം. നമ്മളതിനെ സെലക്ട് ചെയ്ത്, ബിക്കോസ് ഇവരൊക്കെ പ്രൊഫഷണലി ഹൈലി എന്താ പറയാ പെർഫോം ചെയ്യുന്ന ആളുകളാണ്, ഹൈ പ്രൊഫൈലിൽ പെർഫോം ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവരെ നമ്മൾ സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കണക്ഷനിൽ കൂടെ, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള കണക്ഷനിൽ കൂടെ നമ്മൾ അവരിലൊക്കെ എത്തിപ്പെടുമായിരുന്നു. ഈ മഹേഷായിട്ട് എനിക്ക് മഹേഷും വിഷ്ണുവായിട്ട് കണക്ഷൻ വരുന്നത് രഞ്ജിത്തിൽ കൂടെയാണ്. അപ്പൊ ഞങ്ങൾ ഒന്നിച്ചിട്ട് ആദ്യം ഈ പ്ലാൻ വർക്ക്ഔട്ട് ആയപ്പോൾ തന്നെ രഞ്ജിത്തിന്റെ അടുത്ത് ഞാൻ പറയും, ഗീതന്റെ അടുത്ത് സംസാരിച്ചു. ഈ ശ്രീനന്ദനം പോലെ പേര് കണ്ടുപിടിച്ചത് ഗീതനാണ്. നമ്മള് വേറൊരു പേരാണ് ശരിക്കും ഞങ്ങള് ആദ്യം ഇത് വെച്ചത്, ഇനീഷ്യേറ്റ് ചെയ്തത്. അപ്പൊ വെറുതെ ഞങ്ങൾ റോഡിൽ വെച്ചിട്ടാണ് മീറ്റ് ചെയ്യണത് ഞാനും ഗീതനും, ഇതിനെ സംസാരിക്കാൻ വേണ്ടിട്ട് തന്നെ. അപ്പൊ ഗീതൻ, ഞാനൊരു പേര് കൊടുത്തപ്പോ ഗീതൻ പെട്ടെന്ന് എന്നോട് പറഞ്ഞു നമുക്ക് ഈ പേരായിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ ആ സ്പോട്ടിൽ തന്നെ നമ്മൾ ഈ പേരാണ് ഇനി മാറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് തീരുമാനിക്കരുത്. അങ്ങനെയാണ് ശ്രീനന്ദനം വന്നത്. ആളുകൾക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാനും മനസ്സിൽ കയറാനും പേര് ഭയങ്കര. അതെ 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 അതെ. ശംഖുമില്ല കുഴലുമില്ല നെഞ്ചിന്റെ ഉള്ളിൽ നിന്നേ സംഗീതം കാൽക്കൽ വീണലിയുമ്പോൾ ശംഖുമില്ല കുഴലുമില്ല നെഞ്ചിന്റെ ഉള്ളിൽ നിന്നേ സംഗീതം കാൽക്കൽ വീണലിയുമ്പോൾ വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ നീ ചന്ദനം പോൽ മാറിലടിയുന്നു. വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ നീ ചന്ദനം പോൽ മാറിലടിയുന്നു. നിന്റെ മന്ദസ്മിതത്തിൽ ഞാൻ കുളിരുന്നു. അറിയരുതേ രാധയറിയരുതേ ഇത് ഗുരുവായൂരപ്പ രഹസ്യം.
രാധവൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ പറയൂ നിനക്കേറ്റം ഇഷ്ടം പക്ഷേ പകൽ പോലെ ഉത്തരം സ്പഷ്ടം രാധവൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ കൃഷ്ണ ഞാൻ പാടും